തിരിമുറിയാത്ത മഴ പോലെ VSനെ സ്നേഹിക്കുന്നവരുടെ പ്രവാഹമാണ് നമ്മൾ കാണുന്നത്. അത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹമുള്ളത്. അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അദ്ദേഹത്തിൻ്റെ സഖാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ സഖാക്കളെല്ലാം ഒന്നിച്ച് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. പോരാട്ടത്തിൻ്റെ ഒരു വലിയ ചരിത്രം പേറുന്നതാണ് VSൻ്റെ ജീവിതം. പോരാട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ. അത് കുട്ടിക്കാലത്തെ ദാരിദ്ര്യം തൊട്ട് അദ്ദേഹത്തിൻ്റെ സാധാരണ മനുഷ്യന്മാരുടെ വാർദ്ധക്യം ആണ് ഒരു 80 വയസ്സെന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ വാർദ്ധക്യത്തിൽ അദ്ദേഹം പൂർവാധികം ഊർജ്ജസ്വലനായി കേരളത്തെ നയിക്കാൻ എത്തുകയാണ് ചെയ്തത്. ആ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാണ് 83 വയസ്സായ മുഖ്യമന്ത്രി. പക്ഷേ ആ 83-ാം വയസ്സിലും അദ്ദേഹം ഈ നാടിൻ്റെ മുഴുവൻ ആവേശമായി ഊർജമായി നമ്മളെ നയിച്ചു. ചെങ്കൊടിക്ക് മുകളിലൂടെ ദേശീയ പതാക പുതപ്പിക്കുകയാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ. അരുൺ തുടരുന്നുണ്ട്. അരുൺ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അതൊരു വലിയ പ്രത്യേകതയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജീവിതമൊക്കെ 60കളിൽ തുടങ്ങിയെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയായത് അദ്ദേഹത്തിന് 83-ാം വയസ്സിലാണ്. അത്രയും കാലം പാർട്ടി ജയിച്ചാൽ അദ്ദേഹം തോൽക്കും, അദ്ദേഹം ജയിച്ചാൽ പാർട്ടി തോൽക്കുമെന്ന് നമ്മൾ ഒരു ഐറണി പോലെ പറയാറുള്ളത് സംഭവിച്ചു. പക്ഷേ അതിനൊക്കെ ഒടുവിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി എത്തുന്നത് 83-ാം വയസ്സിൽ. നമുക്കത് സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കൊക്കെ കഴിഞ്ഞാണ് 83 വയസ്സൊക്കെ എത്തുന്നത്. പക്ഷേ VSനെ സംബന്ധിച്ച് നമ്മൾ കണ്ടത്, കേരളം കണ്ടത് 83 വയസ്സൊക്കെ പ്രായമെന്നത് വെറും വാക്കുകളാണ്, വെറും അക്കങ്ങളാണെന്ന് തെളിയിച്ചു തന്ന ആ നേതാവാണ് 102-ാം വയസ്സിലേക്ക് അടുക്കുമ്പോൾ ജീവനില്ലാതെ ഈ ഈ സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിലെത്തുന്നത് എന്നതും ഒരു വലിയ അത്ഭുതമാണല്ലേ? എന്തുകൊണ്ടും അത്ഭുതമാണ് ശ്രീജ. VS എന്ന ജീവിതം അതൊരു സമര ജീവിതമാണ്, പോരാട്ട ജീവിതമാണ്. ആ പോരാട്ടം അദ്ദേഹം ആദ്യം തുടങ്ങിയ ദാരിദ്ര്യത്തോട്, പട്ടിണിയോടാണ്. പിന്നീട് അത് ജന്മീത്വത്തോടായി. പിന്നീട് സാധാരണക്കാരായ കർഷക തൊഴിലാളികളെ ആക്രമിക്കുന്ന ഗുണ്ടകളോടായി. അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം SRCPയുടെ പട്ടാളത്തോട് അദ്ദേഹം പടവെട്ടി പോരാടി. അതും അതിജീവിച്ചാണ് VS അച്യുതാനന്ദൻ പിന്നീട് ഈ നമ്മൾ കാണുന്ന VSലേക്കുള്ള വളർച്ചയിലേക്ക് എത്തിയത്. അവിടെ അദ്ദേഹത്തിന് ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. അവിടെയും VS അതൊക്കെ അതിജീവിച്ച് 82-ാം വയസ്സിൽ VS മുഖ്യമന്ത്രിയാകുമ്പോൾ ഒരുപക്ഷെ അതൊരു അത്ഭുതമായിരുന്നു എന്ന് തന്നെ പറയണം. VS എന്നല്ല ഒരു നേതാവും ആ പ്രായത്തിൽ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും വരില്ല. അതിനുള്ള പ്രായമുണ്ടോ, ബാല്യമുണ്ടോ എന്ന ചോദ്യമൊക്കെ സ്വാഭാവികമായി ഉയർന്നു വരും. പക്ഷേ ബാല്യം മാത്രമല്ല, ബാല്യവും കൗമാരവും യൗവനത്തിന്റെ തീഷ്ണതയും ഒക്കെ VS അദ്ദേഹത്തിന്റെ ആ 82 വയസ്സിന് ശേഷം കേരളത്തെ കാണിച്ചു നൽകി. ആ 82 വയസ്സിന് ശേഷം അദ്ദേഹം കാണിച്ചു നൽകി. അതിനു മുമ്പ് അദ്ദേഹം 5 വർഷം പ്രതിപക്ഷ നേതാവ്, 2001 പ്രതിപക്ഷ നേതാവാകുമ്പോൾ എന്താണ് ഒരു പ്രതിപക്ഷ നേതാവ്, എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ കൃത്യമായ ഡെഫിനിഷൻ എന്ന് അദ്ദേഹം വ്യക്തമാക്കി തന്നു. എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത് അദ്ദേഹം വ്യക്തമാക്കി. കാടും മലകളും മതികെട്ടാനും അതുപോലെ തന്നെ അദ്ദേഹം കയറിയിറങ്ങാത്ത ഭൂമേഖലകളില്ലാത്ത അവസ്ഥയുണ്ടായി. 2008 മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹം ശബരിമല നടന്നു കയറിയത് കൂടി ഓർക്കേണ്ടതാണ്. ഈ ചെറുപ്പക്കാർ പോലും അണയ്ക്കുന്ന 1-2 തവണ ഇന്നുമൊക്കെ കയറുന്ന ശബരിമല പൂങ്കാവനത്തിലേക്കുള്ള യാത്ര VS ഒരു തവണ പോലും
ഇരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത്ഭുതമായി തോന്നാം. അങ്ങനെയാണ് സംഭവിച്ചത്. 2-2.5 മണിക്കൂർ കൊണ്ടാണ് അദ്ദേഹം ഈ നീലിമല കയറി അവിടെ എത്തിയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം ഞാനൊരു മാധ്യമത്തിൽ കണ്ടത്. അദ്ദേഹം പറയുന്നത് മതികെട്ടാനൊക്കെ കയറി നോക്കുമ്പോൾ ഒന്നുമല്ല, കുറച്ച് കടുപ്പമാണ്, സാധാരണക്കാർ കടുപ്പമാണെന്ന് 84 വയസ്സുകാരനായ മുഖ്യമന്ത്രി പറയുമ്പോൾ ആ സാധാരണക്കാർ ആര് എന്നത് നമ്മൾ അതിശയത്തോടെ നോക്കിക്കണ്ടതാണ്. വി എസിനെ പറ്റി അദ്ദേഹത്തിന് ഒപ്പമുള്ളവർ പറയുന്ന ഒരു കഥയുണ്ട്, ഒരു അനുഭവമുണ്ട്. അത് വി എസ് സാധാരണഗതിയിൽ വി എസിനെ കാണാൻ 40-50 വയസ്സൊക്കെ ഉള്ള ആളുകൾ, സ്ത്രീകളൊക്കെ വന്ന് ഇരിക്കുമ്പോൾ വി എസ് പലപ്പോഴും തന്റെ കൂടെയുള്ളവരോട് പറയുമായിരുന്നു, അവരെ ആ സ്ത്രീയെ ഒന്ന് കടത്തിവിടൂ, അവർ പ്രായമുള്ള ആളല്ലേ, അവർ ഒരു വൃദ്ധയല്ലേ, അവരെ കടത്തിവിടൂ എന്ന് പലപ്പോഴും വി എസ് പറയുമായിരുന്നത് ഓർത്ത് പലപ്പോഴും ഇവർ കൂടെയുള്ളവർ ചിരിക്കാറുണ്ട്. അതിന് കാരണം വി എസ് തന്റെ മനസ്സിലെപ്പോഴും ചെറുപ്പം സൂക്ഷിച്ചിരുന്ന നേതാവാണ്. വി എസ് ഒരിക്കലും പ്രായം അംഗീകരിച്ച നേതാവല്ല. അത്തരമൊരു ആളാണ് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തെ പലപ്പോഴും നമുക്ക് ആ രീതിയിലൊക്കെ ഓർമ്മിക്കേണ്ടി വരും. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരിക്കുമ്പോഴൊക്കെ അവസാനം അദ്ദേഹം നടക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ്. അന്ന് അദ്ദേഹത്തെ നടക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരാൾ കൈപിടിച്ചില്ലെങ്കിൽ വീണു പോകുന്ന അവസ്ഥയാണ് വി എസ്. കൈപിടിച്ചാണ് അദ്ദേഹം നടക്കുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹം തന്റെ ചിട്ടയായ വ്യായാമം മുടക്കിയിരുന്നില്ല. അങ്ങനെ നടക്കുമ്പോൾ വി എസ് ഒപ്പമുള്ളവരോട് പറയും, എനിക്ക് നടക്കാനല്ല, എനിക്ക് ഓടണമായിരുന്നു, ഓടിയാലേ ശരീരം ശരിയായുള്ളൂ, ഓടിയാൽ മാത്രമേ ആരോഗ്യം നിലനിർത്തൂ, ഡോക്ടർമാർ സമ്മതിക്കുന്നില്ല എന്ന് അദ്ദേഹം പരിഭവം പറയായിരുന്നു. അതായത് ഒരിക്കലും പ്രായമായി എന്ന് അംഗീകരിക്കാൻ ആ മനസ്സ് തയ്യാറായിരുന്നില്ല, ഒരിക്കലും പ്രായമായി എന്ന് സമ്മതിച്ചു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായതിന് തൻ ക്ഷീണിതനാണെന്ന് അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഈ പ്രായത്തിന്റെ അവസ്ഥകൾ മാത്രമാകാം വി എസിനെ ഇങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റിയത്. ആ കോവിഡ് കാലമൊക്കെ വന്നില്ലായിരുന്നു പക്ഷേ കുറച്ചുകൂടി സജീവമായി ജനങ്ങൾക്കിടെ ഉണ്ടാകുമായിരുന്നു വിശ്വസിക്കുന്നവർ ഏറെയാണ്. അങ്ങനെ വി എസ് എന്നത് പോരാട്ടത്തിന്റെ മറുപേരാണ്. വി എസ് എന്നത് പ്രതീക്ഷയുടെ മറുപേരാണ്. വി എസ് എന്നത് സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായിരുന്നു. എന്ത് വിഷയം വന്നാലും വി എസിനോട് പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നവർ, CPM രാഷ്ട്രീയം വിശ്വസിച്ചിരുന്ന ഇടതുപക്ഷത്തിന്റെ കൊടികൾ പിടിച്ചവർ മാത്രമല്ല, മറുപക്ഷത്തും എതിർപക്ഷങ്ങളിലുള്ളവരും വി എസ് ശരിയെന്ന് വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ചില പോരായ്മകൾ ഉണ്ടായിരുന്നിരിക്കാം. അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളിൽ പലപ്പോഴും തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടാകാം, ശരിയെന്ന് തോന്നാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. പക്ഷേ അതെല്ലാം വി എസിന് ശരിയായിരുന്നു. ശരിയായത് മാത്രമേ വി എസ് ചെയ്തിട്ടുള്ളൂ. അതും തനിക്ക് ശരിയെന്ന് തോന്നുന്ന മാത്രമേ വി എസ് ചെയ്തിട്ടുള്ളൂ. അതാണ് വി എസിനെ വി എസ് ആക്കി മാറ്റിയത്. നമുക്കറിയാം, TP ചന്ദ്രശേഖരൻ നേതാവുമായുള്ള ആത്മബന്ധമൊന്നും വി എസ് ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല. പക്ഷേ TP പുറത്തുപോയത് പാർട്ടിക്കുള്ളിലെ ശരികേടുകൾ ചോദ്യം ചെയ്തുകൊണ്ടെന്ന് വി എസ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് TPയെ കാണാൻ പാർട്ടി വിലക്കിയിട്ടും TPയുടെ വീട്ടിലെത്തിയത്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം TPയുടെ വിധവയെ കെട്ടിപ്പിടിച്ച് വി എസ് ആശ്വസിപ്പിച്ചത്. അവിടെ പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് വി എസ് മനസ്സിലാക്കിയത്. പക്ഷേ പാർട്ടിക്കും തെറ്റ് വന്നാൽ തിരുത്തണം, തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ തിരിച്ചടിയുടെ പാഠം പഠിക്കണമെന്ന ഒരു സന്ദേശം നൽകിയ നേതാവ് കൂടിയാണ് വി എസ്. അത്തരമൊരു നേതാവാണ് ഇന്ന് കേരളത്തിന് ഇല്ലാതാകുന്നത്. ഒരുപക്ഷെ വി എസ് നിശബ്ദരാക്കി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിരുന്നു, വി എസ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന്. ഇനി ഓരോ നിമിഷവും മലയാളികൾ അത് തന്നെയാണ് പറയാൻ പോകുന്നത്. വി എസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന പലതും ഇവിടെ സംഭവിക്കും.